ജൂൺ 8 നടന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ തനിക്ക് കഴിയില്ലെന്നും അതിന് തയ്യാറല്ലെന്നുമാണ് രാഹുൽ യോഗത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹവുമായി തനിക്ക് വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രാദേശിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാവണം ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രത്യേക സ്ഥിതിവിശേഷത്തിനുള്ള കാരണം കോൺഗ്രസിന്റെ നിലപാടുകളാണെന്ന് CPIM സെക്രട്ടറി MA ബേബി പ്രതികരിച്ചിട്ടുണ്ട്. കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം BJPയുടെ സഹായിയായി മാറുന്ന അവസ്ഥയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറുപടി നൽകി. ഭരണകക്ഷിയായ BJP നയിക്കുന്ന NDA മുന്നണിയുടെ ശക്തമായ രാഷ്ട്രീയ അജണ്ടകൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു രൂപം നൽകിയ ഇന്ത്യ സഖ്യം ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ കൂട്ടായ്മ യോഗം വിളിച്ചു പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ വ്യാപക വിമർശനമാണ് കൂട്ടായ്മയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉയർത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടമാകുന്നുവോ? ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും നോക്കുകുത്തികളാക്കി രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഹിന്ദുത്വ പദ്ധതി നടപ്പാക്കുന്ന NDA സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ വലിയ പരീക്ഷണമായാണ് 2023 ഓഗസ്റ്റിൽ ഇന്ത്യ സഖ്യം രൂപം കൊണ്ടത്. ഭരണകക്ഷിയുടെ ശക്തമായ തിരഞ്ഞെടുപ്പ് തന്ത്രത്തെയും കേന്ദ്രീകൃത രാഷ്ട്രീയ ആധിപത്യത്തെയും നേരിടുക എന്ന ലക്ഷ്യത്തോടെ വ്യത്യസ്ത ആശയധാരകളിലുള്ള പാർട്ടികളുടെ കൂട്ടായ്മയായി ഈ മുന്നണി വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റ് നില 240ലേക്ക് ചുരുക്കി ഭൂരിപക്ഷം കുറയ്ക്കാൻ ഈ പ്രതിപക്ഷ ഐക്യത്തിന് സാധിച്ചിരിക്കുന്നു. അടിമുടി ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്ന മണ്ഡല പുനർനിർണയവുമായി വനിതാ സംവരണ ബില്ലിനെ കൂട്ടിക്കെട്ടാൻ ഏപ്രിലിൽ BJP നടത്തിയ ശ്രമത്തെ പാർലമെന്റിൽ പരാജയപ്പെടുത്തിയതാണ് അടുത്തിടെ ഇന്ത്യ മുന്നണി നടത്തിയ ഒരു ശ്രദ്ധേയമായ രാഷ്ട്രീയ നേട്ടം. എന്നാൽ തൊട്ടു പിന്നാലെ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നതോടെ മുന്നണിയിൽ തമ്മിലടിയായി. ഫലം വന്നപ്പോൾ തൃണമൂലിനും DMKയ്ക്കും CPIMനും അധികാര നഷ്ടവുമുണ്ടായി. ജൂൺ 8 ഡൽഹിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം മുന്നണിക്കുള്ളിലെ പ്രാദേശിക വൈരുദ്ധ്യങ്ങളെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി ആലിംഗനം ചെയ്യാൻ തനിക്ക് കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് സഖ്യത്തിലെ ആഭ്യന്തര തർക്കങ്ങളുടെ നേർചിത്രമാണ്. പ്രാദേശികമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ സഖ്യത്തിന് മുന്നോട്ട് പോകാനാകൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ അത് ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യത്തിന്മേൽ വീഴുന്ന നിഴലായി മാറുകയാണ്. മാത്രവുമല്ല, മുന്നണിയെ തിരഞ്ഞെടുപ്പ് അധികാര സഖ്യമായി കാണുന്നതിലുപരി NDA നടപ്പാക്കുന്ന വിശാലമായ ഹിന്ദുത്വ പ്രൊജക്ടിനെ പ്രതിരോധിക്കാനുള്ള വിശാല ഐക്യരൂപമാക്കി മുന്നോട്ട് നയിക്കാനുള്ള ചിന്ത കോൺഗ്രസിനും ഉണ്ടാവുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട്. കോൺഗ്രസുമായുള്ള തർക്കത്തെ തുടർന്ന് കൂട്ടായ്മയിൽ നിന്നും 2 പ്രമുഖ കക്ഷികൾ വിട്ടുനിന്നിരുന്നു. DMKയും ആം ആദ്മി പാർട്ടിയും. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിലാണ് കോൺഗ്രസ് മത്സരിച്ചത് എങ്കിലും TVK ഏറ്റവും വലിയ കക്ഷിയായതോടെ മുന്നണി മര്യാദകൾ ലംഘിച്ച് കോൺഗ്രസ് TVKയ്ക്ക് പിന്തുണ നൽകി. ഇതിൽ പ്രതിഷേധിച്ചാണ് DMK ഇന്ത്യ കൂട്ടായ്മയിൽ നിന്നും വിട്ടുനിന്നത്. അതേസമയം TVKയെ ഇന്ത്യ വേദിയിൽ കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം ശക്തി തെളിയിക്കാൻ എന്ന പേരിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചാണ് കോൺഗ്രസ് തനിച്ച് മത്സരിച്ചത്. ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യവും. എന്നാൽ ഫലമോ? BJPക്ക് അധികാരം ലഭിച്ചെന്ന് മാത്രമല്ല, 70 സീറ്റിലും മത്സരിച്ച കോൺഗ്രസിന് 1 സീറ്റ് പോലും നേടാനുമായില്ല. ഇതിനുശേഷമാണ് കെജ്രിവാൾ ഇന്ത്യ കൂട്ടായ്മ വിട്ടത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് അർഹമായ സീറ്റ് നൽകാതെ കോൺഗ്രസ് അകറ്റി നിർത്തിയത് ഇന്ത്യ മുന്നണിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അവിടെയും BJP തുടർച്ചയായി 3ാമതും അധികാരത്തിൽ വന്നു. മഹാരാഷ്ട്രയിൽ പ്രാദേശിക കക്ഷികളുമായി നിസ്സഹരിച്ച് 101 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് 16 സീറ്റ് മാത്രമായിരുന്നു. നാഷണൽ കോൺഫറൻസിനോട് വിലപേശി ജമ്മുവിൽ 29 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് ഒരൊറ്റ സീറ്റാണ്, കശ്മീരിൽ 5ഉം. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു.
CPIM BJPയുമായി ധാരണയുണ്ടാക്കിയെന്ന ആരോപണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പോലും തിരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെത്തി ഉന്നയിച്ചതാണ്. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി മര്യാദയ്ക്കെതിരാണെന്ന് അന്നേ CPIM പ്രതിനിധികൾ ആരോപിച്ചതുമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPIM ജനറൽ സെക്രട്ടറി MA ബേബി AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെക്ക് കത്തും നൽകിയതാണ്. ഇപ്പോ ഈ ചർച്ചയാകുന്ന പിണറായി വിജയനെ ആലിംഗനം ചെയ്യില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന 2018 നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി ആലിംഗനം ചെയ്ത സംഭവം ഓർമ്മിപ്പിച്ചാണ് ഇടതുപക്ഷം പ്രതിരോധിക്കുന്നത്. ഇന്ധന വിലക്കയറ്റം, പണപ്പെരുപ്പം, വർഗീയ ധ്രുവീകരണം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, നീറ്റ്, CBSE അഴിമതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. ഈ രാജ്യത്തെ ആകെ ഇളക്കിമറിച്ച കർഷക സമരത്തിൽ പോലും ഇന്ത്യ സഖ്യത്തിലെ എത്ര പ്രതിപക്ഷ കക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു? അത് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോഴിതാ പരീക്ഷാ നടത്തിപ്പ് ക്രമക്കേടുകൾ തുടരെ വന്നപ്പോഴും ഇതുവരെ തെരുവിൽ പ്രതിഷേധം ഉയർത്താൻ ആരാണുണ്ടായത്? ആ പ്രതിഷേധ വിടവിലാണല്ലോ കോക്രോച്ച് പാർട്ടി യുവജനങ്ങൾക്കിടയിൽ പച്ചപിടിച്ച് മുന്നേറുന്നത്. 12 കൊല്ലം പഴക്കമുള്ള പ്രതിപക്ഷ ജീർണതയിലേക്കാണ് ഈ പ്രതിഷേധം ടോർച്ചടിക്കുന്നതും. ഒരു തിരഞ്ഞെടുപ്പ് ധാരണ മുന്നണി എന്നതിനപ്പുറം സ്ഥിരതയുള്ള രാഷ്ട്രീയ മുന്നണിയായി വളരുക എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നണി ഇനിയും എത്തിയിട്ടില്ല. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ 23 പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ പങ്കെടുത്ത പാർട്ടികളിൽ പലതും ചെറു പാർട്ടികളാണ്. ചിലതിന് അത് പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്ത് പോലും സ്വാധീനമില്ല. ചിലത് ഏതാനും നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് രാഷ്ട്രീയ സാന്നിധ്യം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ 23 പാർട്ടികൾ എന്ന കണക്ക് രാഷ്ട്രീയ ശക്തിയുടെ ഉറപ്പല്ല, വൈവിധ്യമാർന്ന പ്രതിപക്ഷ ശക്തികളുടെ സാന്നിധ്യത്തിന്റെ സൂചന മാത്രമാണ്. അതേസമയം ചെറു പാർട്ടികളുടെ സാന്നിധ്യത്തെ നിസാരവൽക്കരിക്കാനും കഴിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ BJP തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടിയല്ല. പക്ഷേ അതിനായി ആഭ്യന്തര കലഹം നിർത്തി ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷം തന്നെ തയ്യാറാകണം. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസോ പ്രാദേശിക നേതാക്കളോ തയ്യാറാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സംയുക്തമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ് ഇന്ത്യ സഖ്യം അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം. പാർലമെന്റിനകത്തും പുറത്തും ഏകോപിത പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ പൊതു മിനിമം പരിപാടി പ്രഖ്യാപിക്കണം. അതോടൊപ്പം വ്യക്തിപരമായ നേതൃ മത്സരങ്ങൾ നിയന്ത്രിച്ച് കൂട്ടായ നേതൃത്വത്തിന്റെ സംസ്കാരം വളർത്തുകയും വേണം. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തമായൊരു പ്രതിപക്ഷം അനിവാര്യമാണ്. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം. നമസ്കാരം.